my dear physics warriors. അപ്പം നമ്മൾ ഇന്ന് CBSE സ്റ്റുഡൻസിൻ്റെ എക്സാമിന് മുൻഗണന കൊടുത്തുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQs നമ്മൾ ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സാണ് ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ നിങ്ങൾ കണ്ട് വളരെ വിജയകരമാക്കി ഇതാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിതിൻ്റെ സെക്കൻഡ് സീരീസ് ആയിട്ട് വരും. സോ കാരണം നിങ്ങളുടെ വ്യൂസും അതുപോലെ നിങ്ങളുടെ റെസ്പോൺസും ആണ് നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. സോ നിങ്ങൾ ത്രൂ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിൻ്റെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വിത്തിൻ 2 days നമ്മൾ വരുന്നതായിരിക്കും. സോ യെസ്, അപ്പോൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. An object has charge of 1 coulomb and gains 5 into 10 to the power 18 electrons. The net charge on the object becomes. Options ഒക്കെ ഉണ്ട്. Okay, so നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാലോ ചാർജ് which is equal to NE. ഇവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആരെയും ആഡ് ചെയ്യും, ഒരു മൈനസ് സൈനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ദെൻ നമുക്ക് നോക്കി നോക്കാം. N നമുക്കറിയാലോ, N എത്രയാണ്? 5 into 10 to the power 18. ഓക്കെ, into E എത്രയാണ്? 1.6 into 10 to the power minus 19. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് 5 into 10 to the power 18 into 1.6 into 10 to the power minus 19 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -0.8 കൂളം നമുക്ക് കിട്ടും. ഓക്കെ, -0.8 കൂളം. അതാണോ നമ്മുടെ ഫൈനൽ ആൻസർ? അല്ല, നമ്മളോട് ചോദിച്ചുള്ളത് നെറ്റ് ചാർജ് ആണ്. സോ നെറ്റ് ചാർജ് നമുക്ക് എങ്ങനെ എഴുതാം? which is equal to, ഓൾറെഡി അവിടെ 1 കൂളം ഉണ്ട്. ദെൻ ഇവിടെ ഉള്ളത് എന്താണ്? -0.8 ആണ്. സോ 1 കൂളം -0.8. സോ നമുക്ക് കിട്ടും 0.2 കൂളം. അത് പ്ലസ് ആണ്. സോ നമുക്ക് കിട്ടി ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3 ചാർജസ് Q, -Q and Q0 ആസ് പ്ലേസ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ് ചാർജസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. The magnitude of the net force on the charge Q0 at point O. ഈ ഒരു പോയിന്റിൽ എത്രത്തോളം നെറ്റ് ഫോഴ്സ് ഈ ചാർജിന്, Q0 ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും Q0 മൈനസ് Q. Q0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്, -Q ആണ് അപ്പുറത്ത് കിടക്കുന്നത്. അവിടെ എന്തായിരിക്കും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. സോ F1 എന്ന് പറയുന്നത് എന്താണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ Q0യും Q നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. അവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും. ഓക്കെ, സോ F2 വിൽ ബി ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്ക് നെറ്റ് ഫോഴ്സാണ് കിട്ടേണ്ടത്. സോ നെറ്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? which is equal to F1 vector plus F2 vector. ഓക്കെ, F1 vector plus F2 vector. ഇനി F1 vector എന്താ മക്കളെ? that will be equal to 1/4 pi epsilon 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? K എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. that is 1/4 pi epsilon 0. ഇനി Q, ഓക്കെ, Q0 ഇൻറ്റു -Q ആണ്. നമുക്കറിയാം വെക്ടറിൻ്റെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്കെയിലാറിൻ്റെ മൈനസോ പ്ലസോ നമ്മൾ ചെയ്യത്തില്ല, ഇവിടെ ആഡ് ചെയ്യത്തില്ല. സോ Q0 Q ഡിവൈഡഡ് ബൈ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് A ആണ്. സോ A² പ്ലസ്, ഇനി അവിടുത്തെ ഡയറക്ഷൻ പറയുവാണെങ്കിലോ J ക്യാപ്പ് ആയിരിക്കും. പ്ലസ് എന്തായിരിക്കും? അഗെയിൻ 1/4 pi epsilon 0 അല്ലെങ്കിൽ K. ഓക്കെ, ഇൻറ്റു Q0 Q ഡിവൈഡഡ് ബൈ A². അവിടെയുള്ള ഡിസ്റ്റൻസും A² ആണ്. സോ ഇവിടെ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ √2K Q0 ഡിവൈഡഡ് ബൈ A² എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ -I ആണ് കേട്ടോ വരിക. ഓക്കെ, നമ്മൾ വെക്റ്റർ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ ഇതാക്കണം. നമ്മുടെ -I ആയിരിക്കും വരുന്നത്. കാരണം എന്താണ്? നെഗറ്റീവ് ഡയറക്ഷനിലാണ് എക്സ് ആക്സിസിൻ്റെ അല്ലെങ്കിൽ ഈ ഐൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആണ്, കാരണം രണ്ടും പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? -2K Q0 ഡിവൈഡഡ് ബൈ A² എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, 2 equal balls having 2 equal positive charge Q coulombs. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 2 ബോൾസ് ഉണ്ട്, അതിൽ രണ്ടും പോസിറ്റീവ് Q ആണ് അതിൻ്റെ ചാർജ്. ഓക്കെ, രണ്ടിൻ്റെയും ചാർജ് സെയിം ആണ്. സസ്പെൻഡഡ് ബൈ 2 ഇൻസുലേറ്റിംഗ് സ്ട്രിങ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഓക്കെ, ഈക്വൽ ലെങ്ത് ഉള്ള സ്ട്രിങ്സുമായിട്ട് ഇത് കണക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, വാട്ട് വിൽ ബി, ഇതിന്റെ ലെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ലെങ്ത്തും. അതും ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആണ്. വാട്ട് വുഡ് ബി ദ എഫക്റ്റ് ഓൺ ദി ഫോഴ്സ് വെൻ എ പ്ലാസ്റ്റിക് ഷീറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദി 2. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ 2 ബോൾസ് ഉണ്ട്. ഈ 2 ബോൾസും ഈക്വൽ ചാർജ് ആണ്.
രണ്ടും പോസിറ്റീവ് ആണ്. രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഈ പറയുന്ന പോലെ ഒരു ഇൻസുലേറ്റിംഗ് വയർ, സെയിം ലെങ്ത് ഉള്ള ഇൻസുലേറ്റിംഗ് വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കെ അല്ലെങ്കിൽ 1/4πε0. ഞാൻ ഇവിടെ കെ 1/4πε0, 1/4πε0 എന്ന് പറയുന്നത് നിങ്ങൾക്കും ആർക്കെങ്കിലും ആ വാല്യൂ അല്ലെങ്കിൽ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് വഴി നിങ്ങൾക്ക് എന്തായാലും അതെന്തായിരിക്കും? യെസ്, എക്സാമിന് പോകും മുമ്പ് ഒരിക്കലും കെൻ്റെ വാല്യൂ നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ, സോ കെ ഇൻറ്റു Q1 Q2. Q1 Q2 എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ചാർജസും സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? Q സ്ക്വയർ എന്ന് ഇടാം. Q സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ലെറ്റ്സ് സേ R സ്ക്വയർ നമുക്ക് ഇടാം. സോ കെ Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് വന്നു. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇതിനിടയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുവാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിന് നമുക്കറിയാം ഇൻസുലേറ്റർ ആണ്. അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? 1-നേക്കാട്ടിലും കൂടുതലാണ്. ഓക്കെ, ഇവിടെ കെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നേക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഫോഴ്സ് എഫ് ഡാഷ് നമുക്ക് ഇടാം. ആ എഫ് ഡാഷ് എന്തായിരിക്കും? യെസ്, കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ നമ്മുടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F0 ആണ്. F0 ഡിവൈഡഡ് ബൈ കെ ആയിരിക്കും. അപ്പം നമുക്കറിയാം, സോറി, F0 അല്ല, എഫ്. ഓക്കെ, എഫ് ഡിവൈഡഡ് ബൈ കെ ആയിരിക്കും. അതായത് നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഈ ഇൻസുലേറ്റർ വെക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഈ പറയുന്ന ചാർജിനെക്കാട്ടിലും, സോറി, ഫോഴ്സിനെക്കാട്ടിലും എന്ത് കൂടുതലാണ്? യെസ്, ഇവിടെ നമ്മുടെ ഫോഴ്സ് ഇവിടെയാണ് കൂടുതൽ വരുന്നത്. അതായത് നമ്മുടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെക്കുന്നതിനെക്കാട്ടിലും മുമ്പുള്ള ഫോഴ്സ് ആണ് കൂടുതൽ. നമ്മൾ കുറച്ച് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കെയിൻ്റെ വാല്യൂ എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പം എന്തായിരിക്കും ഈ ഫോഴ്സിന്റെ വാല്യൂ? അതായത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഫോഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ ആൻസർ കിട്ടിയല്ലോ. ഈസി ക്വസ്റ്റൻ അല്ലേ? ഇവിടെ ആകെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇസ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഫോർ ഇൻസുലേറ്റേഴ്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഇവിടെ വാല്യൂ കുറവാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വൈ ഡു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്? ഓക്കെ, CBSE 2014 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റിപ്പീറ്റഡ്ലി പല വകഭേദങ്ങളിൽ ചോദിച്ചിട്ടുള്ള സെയിം കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഓൾറെഡി അറിയുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേ കാര്യങ്ങൾ തന്നെ ബേസ് ചെയ്തിട്ട് ചോദിക്കത്തുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ അവരൊന്ന് എന്താ പറയുക, വളച്ചൊടിച്ച് ചോദിക്കും. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ദ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം ദി പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് അറ്റ് ദി നെഗറ്റീവ് ചാർജ്. നമുക്കറിയാലോ, പോസിറ്റീവ് ചാർജിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? യെസ്, പുറത്തേക്ക് പോകുന്ന പോലെ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിൽ ടുവേർഡ്സ് ദി ചാർജ് ഇങ്ങനെ വന്നു ചേരുന്ന പോലെ ആയിരിക്കും. മറ്റത് പുറത്തേക്ക് പോകുന്ന പോലെ. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വന്നു ചേരുന്ന പോലെ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ എന്താ പറയുക? ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ ടെർമിനേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇവർ പറയുന്ന പോലെ ഈ ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക? യെസ്, ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിങ്ങനെ വന്ന് പോസിറ്റീവിൽ നിന്ന് വന്ന് പോസിറ്റീവ് തന്നെ ടെർമിനേറ്റ് ചെയ്യും. അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം നമ്മുടെ ഫീൽഡ് ലൈൻസ് അങ്ങനെയല്ല. സോ ഒരിക്കലും അത് ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കില്ല. അതെങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലോട്ട് അത് ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ അത് ടെർമിനേറ്റ് ചെയ്യും. അതൊരിക്കലും ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്. എ പോയിന്റ് ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ഹോളോ കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ, ഒരു പോയിന്റ് ചാർജ് ഒരു ഹോളോ കണ്ടക്ടിങ് സ്ഫിയർ ആണ്. സോ അതിൻ്റെ സെന്ററിൽ ആരെ വെച്ചിട്ടുണ്ട്? ഒരു ചാർജിനെ വെച്ചിട്ടുണ്ട്. ദെൻ ആ ഇന്റേണൽ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ദെൻ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് യെസ് 2R ആണ്. ഓക്കെ അല്ലേ? ദ റേഷ്യോ ഓഫ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദി ഇന്നർ സർഫസ് ടു ദാറ്റ് ഓഫ് ദി ഔട്ടർ സർഫസ്. സോ സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയണം. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, Q/4πr². ഓക്കെ, Q/4πr². എന്തിൻ്റെയാണ്? ഇൻസൈഡ്. ഓക്കെ, ഇൻസൈഡിൻ്റെ. ഓക്കെ അല്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻസൈഡ് ദി ഹോളോ കണ്ടക്ടിങ് സ്ഫിയർ എന്തായിരിക്കും? Q/4πr². ഇനി ഔട്ട്സൈഡ് എന്തായിരിക്കും? ഔട്ട്സൈഡിന്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് -Q ഡിവൈഡഡ് ബൈ 4π2r². ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -Q ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു 4 വരും, ഇവിടെ ഒരു 4 വരും, 16πr². നമ്മുടെ അടുത്ത് ഇനി ഇതിന്റെ റേഷ്യോ ചോദിച്ചിട്ടുള്ളത്, അതായത് surface charge density of the inner surface to the outer. So
സിഗ്മ ഇൻ ഡിവൈഡഡ് ബൈ സിഗ്മ ഔട്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, q/4πr² ഡിവൈഡഡ് ബൈ, ഇവിടെ ആണെങ്കിലോ -q ഡിവൈഡഡ് ബൈ 16πr². ക്യൂവും ക്യൂവും ക്യാൻസൽ ആയിപ്പോയി, പൈയും ക്യാൻസൽ ആയി, r² ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? 16 ഡിവൈഡഡ് ബൈ 4 ആണ് ഇവിടെ ഉള്ളത്. സോ ലെറ്റ്സ് സേ 4/1. ദാറ്റ് മീൻസ് സിഗ്മ ഇൻ, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഇടണം. ഓക്കെ, ഇവിടെ നമ്മുടെ മൈനസ് സൈൻ ഉണ്ട്. ഔട്ട്സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. സോ -4/1 ആണ് റേഷ്യോ വരുന്നത്. ദാറ്റ് ഇസ് 4:-4:1 ആയിരിക്കും ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ ഈ എക്സാം സീസൺ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ആയിട്ട് തരുന്നതായിരിക്കും. ആകെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടാണ്. നിങ്ങൾ എത്രത്തോളം ഇതിൽ എന്താ പറയുക, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ PYQs ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണ്ട എങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഇസ് 2 small identical electrical dipoles A, B and CD. Each of dipole moment P. രണ്ടിൻ്റെ dipole moment എന്താണ്? ഈക്വൽ ആണ്. P എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. At an angle 120 degree. രണ്ട് dipole ഇരിക്കുന്ന ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആണ്. What is the resultant dipole moment of this combination? ഇതിൻ്റെ what is the resultant dipole moment of this combination? What is the resultant dipole moment? Simple. നമുക്ക് എങ്ങനെ അറിയാം? PR resultant which is equal to root of P square ആദ്യത്തതിൻ്റെത്, രണ്ടാമത്തതിൻ്റെയും P² ആണ്, പ്ലസ് 2PP cos 120 ഡിഗ്രി. സോ കോസ് 120 ഡിഗ്രിയുടെ ആൻസർ എത്രയാണ്? -1/2 ആണ്. സോ ഇവിടെ നമ്മൾ ഇടുവാണെങ്കിൽ 2p² പ്ലസ് 2p² ഇൻറ്റു -1/2. ഇവിടത്തെയും പോയി. ദെൻ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2p² minus p² which is equal to root of p², that is p. ഓക്കെ അല്ലേ? അപ്പോൾ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? P ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ സിസ്റ്റം ഇസ് സബ്ജക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് E വെക്ടർ ഡയറക്റ്റഡ് അലോങ് പോസിറ്റീവ് x ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ആരെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ നമ്മൾ അപ്ലൈ ചെയ്യുക. വാട്ട് വിൽ ബി ദ ടോർക്ക് ആക്ടിങ് ഓൺ ദിസ്? ടോർക്ക് ആക്ടിങ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു PE sin θ. ഓക്കെ, PE sin θ. സോ ഇവിടെ നമുക്കറിയാം ഈ ആംഗിൾ എത്രയാണ് മക്കളെ? 90 ഡിഗ്രി ആണ്. ഓക്കെ അല്ലേ? ഈ ടോട്ടൽ ആംഗിൾ വരുന്നത്, ഇത്രയും ആംഗിൾ വരുന്നത് 180 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ, സോറി, ടോട്ടൽ നമ്മൾ 180 കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, 1 സെക്കൻഡ്. യെസ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ? ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് ടോട്ടൽ വരുന്നത് 120 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 120 മൈനസ് 90 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഇവിടെ ആവശ്യമുള്ള സൈൻ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? യെസ്, 30 ഡിഗ്രി ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? PE sin 30 ഡിഗ്രി. ഓക്കെ അല്ലേ? PE sin 30 ഡിഗ്രി. ഇതായിരിക്കും നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്കിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 PE എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ആകെ നമുക്ക് അറിയേണ്ട ഇക്വേഷൻസ് എന്താണ്? ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, PE sin θ ആണ്. യെസ്, നെക്സ്റ്റ് വൺ. N small drops of same size are charged to V volts each. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡ്രോപ്സ് ഉണ്ട്, സെയിം സൈസ് ആണ്, അതായത് സെയിം വോളിയം ആണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? N നമ്പർ ഓഫ് ഡ്രോപ്സ് ഉണ്ട്. അത് നമ്മൾ V ചാർജ് ചെയ്യുവാണ്, V വോൾട്ട് നമ്മൾ കൊടുക്കുവാണ്. ഇഫ് ഇവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ വലിയൊരു ഡ്രോപ്പ് ആയിട്ട് മാറുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ, കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാലോ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു V വിച്ച് ഇസ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ R ആണ്. ഓക്കെ, KQ ഡിവൈഡഡ് ബൈ R ആണ്. അതായത് നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള, അതായത് കുഞ്ഞു ഡ്രോപ്സ്, ആ ഡ്രോപ്സ് കൂടി ചേർന്നിട്ടാണല്ലോ വലുതായത്. അപ്പം ഈ കുഞ്ഞു ഒരു ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V ആണല്ലോ പ്രൊവൈഡ് ചെയ്തത്, KQ ബൈ R ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെറ്റ്സ് സീ നോക്കാം. Q വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? VR ഡിവൈഡഡ് ബൈ K ആയിരിക്കും. അതവിടെ ഇരിക്കട്ടെ. ഓക്കെ അല്ലേ?
യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാലോ ടോട്ടൽ, അതായത് ഇത്രയും നമ്പർ ഓഫ് ചാർജസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്പർ ഓഫ് ചാർജസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അത്രയും ചാർജ് ആയിരിക്കും ആർക്ക് ഉണ്ടാവുന്നത്? നമ്മുടെ ബിഗ്ഗർ ഡ്രോപ്പിന് ഉണ്ടാവുന്നത് അല്ലേ? അതായത് നമ്മുടെ കയ്യിൽ ഒരു ഡ്രോപ്പ് ഉണ്ട്, ഒരു കുഞ്ഞു ഡ്രോപ്പ് ഉണ്ട്. ആ കുഞ്ഞു ഡ്രോപ്പിന്റെ ചാർജ് ക്യൂ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ക്യൂ ചാർജസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ക്യൂ ആയിരിക്കും. സംശയമില്ലല്ലോ. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇത് ബിഗ്ഗർ ഡ്രോപ്പിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കും. ഇനി ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, അതായത് വോളിയം നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ നമ്മുടെ കുഞ്ഞ് ചാർജസിന്റെ, ഓക്കെ, കുഞ്ഞ് ചാർജസിന്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? 4/3 πr³. ഓക്കെ, കുഞ്ഞ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. സോ 4/3 πr³. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ്. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വലിയ ഡ്രോപ്പിന്റെ വോളിയം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 4/3 πr³. ഓക്കെ, πr³. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്ഗർ ഡ്രോപ്പിന്റെ റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഈ കുഞ്ഞ് എല്ലാ ഡ്രോപ്സും ആഡ് ചെയ്തിട്ട് വരുന്ന ഏറ്റവും വലിയ ഡ്രോപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഇത്രയും നമ്പർ ഓഫ് ഇതിന്റെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമ്പർ ഓഫ് കുഞ്ഞു ഡ്രോപ്സ് ആണ് ഉള്ളത്. അപ്പം അതെല്ലാം നമ്മൾ സം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡ്രോപ്പിന്റെ വോളിയം കിട്ടും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് വോളിയം ആണ്. സോ ഇവിടെ നമുക്ക് ഒരു റിലേഷൻ കിട്ടും. അതായത് 4/3 4/3 പോയി, പൈയും പോയി. അങ്ങനെയാണെങ്കിൽ nr³ which is equal to r³ എന്ന് വരില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n⁻⁴ r which is equal to r എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. n⁻⁴ r which is equal to r. Clear? Sorry. Yes. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. ബിഗ്ഗർ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഇസ് വി ബിഗ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? യെസ്, KQ ഡിവൈഡഡ് ബൈ R. ഇങ്ങനെ ആയിരിക്കും അല്ലേ? സോറി, ഇതിന്റെ വരുന്നത് ക്യാപിറ്റൽ R ആണ്. ഓക്കെ, KQ ബൈ R. ഇനി ഇവിടെ നമുക്ക് അറിയാലോ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? NQ ആണ്. സോ NQ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n⁻⁴ R ആണ്. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് KQ ബൈ R. n ഇവിടെ 1/3 ഉണ്ട് താഴെ, മേളിലാണെങ്കിൽ n ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? n⁻²/3. ഒന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് തന്നെയാണ് ആൻസർ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് മാത്രം. n⁻²/3 KQ ബൈ R എന്ന് നമുക്ക് എഴുതാം. സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ ലാർജ് ഡ്രോപ്പിന്റെ, ഓക്കെ, സിംഗിൾ ലാർജ് ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, the given graph shows the variation of charge Q versus potential difference. ചാർജും പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ടു കപ്പാസിറ്റർ C1ന്റെയും C2ന്റെയും ആണ്. ഇതിൽ ഏതാണ് C1 ഏതാണ് C2 നമുക്ക് തന്നിട്ടില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടു കപ്പാസിറ്റേഴ്സ് ഹാവ് സെയിം പ്ലേറ്റ് സെപ്പറേഷൻ. അതായത് രണ്ടിന്റെയും പ്ലേറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് D വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. ബട്ട് ദ പ്ലേറ്റ് ഏരിയ ഓഫ് C2, ഓക്കെ, C2ന്റെ ഏരിയ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ A2 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, C2ന്റെ ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് A1. ഓക്കെ അല്ലേ? ഓക്കെ, അതായത് C1ന്റെ ഏരിയ, C1ന്റെ പ്ലേറ്റ് ഏരിയനെക്കാട്ടിലും ഡബിൾ ആണ് C2ന്റെ പ്ലേറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ രണ്ട് ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് C1ന്, ഇതിൽ ഏതാണ് C1ന് ഏതാണ് C2ന് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ. അതായത് നമുക്കറിയാലോ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? കപ്പാസിറ്റൻസ് വിച്ച് ഇസ് ഈക്വൽ ടു ε0 A ഡിവൈഡഡ് ബൈ D. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ε0 അതുപോലെ ഡിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താണ്? ε0 രണ്ടിനും കോമൺ ആണ്. ഡിന്റെ വാല്യൂ സെയിം ആണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, വേരിയേഷൻ നമുക്ക് ആ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. പ്ലേറ്റ് സെപ്പറേഷൻ സെയിം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏക ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഏരിയ ആണ്. ദാറ്റ് മീൻസ് ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കൂടും? കപ്പാസിറ്റൻസും കൂടും. ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ ആരും കൂടും? കപ്പാസിറ്റൻസും കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ആർക്കാണ്? C2വിനാണ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് അറിയാലോ A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് C2ന്റെ ഏരിയ ആണ് ഇത്. അതാണ് മറ്റ് ഫസ്റ്റിനെക്കാട്ടിലും കൂടുതൽ വരുന്നത്. അപ്പം ഏരിയ കൂടുതലുള്ളത് C2വിനാണ്. സോ C2വിനാണ് ഏരിയ കൂടുതൽ വരുന്നത്. ക്ലിയർ അല്ലേ? C2വിനാണ് ഏരിയ കൂടുതൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം ഇവിടെ കപ്പാസിറ്റൻസ് കൂടുമ്പോൾ ഏരിയ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കൂടിയെന്ന് അർത്ഥം. ഇനി നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ചാർജും
എന്താ പറയുക പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ്. ദാറ്റ് മീൻസ് നമുക്കൊരു ഇക്വേഷൻ അറിയാം, C which is equal to Q by V. Okay, Q by V. So V which is equal to Q by C. Okay അല്ലേ, Q by C. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കുറവായിരിക്കും അല്ലെ. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കുറയും. ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കൂടും, കപ്പാസിറ്റൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. ഓക്കെ അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റൻസ് വരുന്ന ആർക്കാണ്? C2വിനാണ് കപ്പാസിറ്റൻസ് കൂടുതൽ. അപ്പം അതിനായിരിക്കും എന്ത് വരുന്നത്? വോൾട്ടേജ് കുറവ് വരുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് വോൾട്ടേജ് വരുന്ന ആർക്കായിരിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്ന ആർക്കായിരിക്കും? C2വിനായിരിക്കും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ ആർക്കാ കുറവുള്ളത്? Pക്കാണ്. സോ ഇതാരനെ റെപ്രസെന്റ് ചെയ്യുന്നത്? C2വിനെയാണ്. ആൻഡ് ഇതാരനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് C1നെയായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ P ആരനെ റെപ്രസെന്റ് ചെയ്യുന്നത്? P C2വിനെയും Q C1നെയായിരിക്കും. ക്ലിയർ? എങ്ങനെയാ റിലേറ്റ് ചെയ്ത് വന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ കപ്പാസിറ്റൻസ്, നമുക്ക് ഏരിയ ആണ് ഇതിൽ വേരിയേഷൻ വരുന്നത്. അപ്പം ഏരിയ വെച്ച് നോക്കുമ്പോൾ കപ്പാസിറ്റൻസ്, ഏരിയ കൂടിയിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് കൂടും. ഇവിടെ ഏരിയ കൂടുതലുള്ളത് C2വിനാണ്. അപ്പം C2വിന്റെ ഇതായിരിക്കും കൂടുതൽ, അതായത് കപ്പാസിറ്റൻസ് C1നെക്കാട്ടിലും കൂടുതൽ ആർക്കായിരിക്കും? C2വിനായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻ ആണ്. പൊട്ടൻഷ്യൽ ഇങ്ങനെ കപ്പാസിറ്റൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ കുറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കപ്പാസിറ്റൻസ് കൂടുതൽ ആർക്കാണ്? യെസ്, കപ്പാസിറ്റൻസ് കൂടുതലുള്ളത് C2വിനാണ്. C2വിനാണ് കൂടുതലെങ്കിൽ പൊട്ടൻഷ്യൽ അവിടെ കുറവായിരിക്കും. പൊട്ടൻഷ്യൽ കുറവ് റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്? P ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം C2 അതായിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ സ്ലാബ് ഓഫ് മെറ്റീരിയൽ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K has the same area as that of plates of parallel plates capacitor but has a thickness d by 2. Okay, so ഇവിടെ thickness എത്ര തന്നിരിക്കുന്നത്? d by 2 ആണെന്ന് തന്നിട്ടുണ്ട്. d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെപ്പറേഷൻ ആണ്, രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് d എന്ന് പറയുന്നത്. Okay, then where d is the separation between the plates, find out the expression for its capacitance when the slab is inserted between the plates of a കപ്പാസിറ്റർ. ഒരു സ്ലാബ് നമ്മളിവിടെ വെക്കുവാണ്, ഇതിന്റെ T തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് d by 2. ഓക്കെ അല്ലേ? സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്സ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെൻ ദ സ്ലാബ് ഇസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, ഈ കപ്പാസിറ്ററിനുള്ളിൽ ഈ സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ തിക്നെസ് വരുന്നത് d by 2 ആണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ കപ്പാസിറ്റൻസ്? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ ഒരു ഗ്യാപ്പിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് നമ്മുടെ d by 2 വരുന്നത്. ഓക്കെ അല്ലേ? d by 2, അതായത് തിക്നെസ് T കാണിക്കുന്നത്. അടുത്ത നമുക്ക് എങ്ങനെ പറയാം? d minus T. ഓക്കെ, d minus T ആണ് ബാക്കി വരുന്ന ഗ്യാപ്പ്. ക്ലിയർ അല്ലേ? ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ d by 2 എടുത്തു, അല്ലെങ്കിൽ T എടുത്തു, മറ്റെന്തായിരിക്കും? ബാക്കിയുള്ളത് എന്തായിരിക്കും? d minus T ആയിരിക്കും. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു ബാറ്ററി ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് ആവും. അവിടെ എന്തുണ്ടായിരിക്കും? E0 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? E0 എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇനി സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ? സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, ഈ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരും. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് E എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇതിനെ നമ്മൾ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തു. ഒന്ന് തിക്നെസ് Tയും പിന്നെ d minus Tയും വരുന്ന രീതിയിൽ ചെയ്തു. ദെൻ നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ E0 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഈ ഡൈഇലക്ട്രിക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൈഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞ് അത് E ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഞാനിത് ഇറേസ് ചെയ്യുവാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ V which is equal to E0T. ഓക്കെ, E0T പ്ലസ് E into d minus T. ക്ലിയർ അല്ലേ? E0T പ്ലസ് E into ET. നമ്മൾ നേരെ തിരിഞ്ഞു പോയി എഴുതിയത്. E0 നമ്മൾ എടുത്തത്, ഓക്കെ, നമ്മൾ ഡൈഇലക്ട്രിക് വെക്കുമ്പം, അതായത് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് E0 ആണ്. അതിനുശേഷം നമ്മൾ ഈ സ്ലാബ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ET എന്ന് പറയുന്നത്, അല്ലെങ്കിൽ E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്. സോ ET പ്ലസ് E0, അതായത് നമുക്ക് ഇനീഷ്യലി, അതായത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്, ദാറ്റ് ഈസ് d minus T. ഓക്കെ അല്ലേ? അപ്പം ഈ തിക്നെസ് ഉള്ള തിക്നെസ് ഉള്ളിടത്ത് എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ ആസ് ഇറ്റ് ഈസ് നമ്മൾ പറഞ്ഞ പോലെ E0 ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് Tക്ക് വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് E d by 2 പ്ലസ്
E0 d minus d by 2. ഓക്കെ, ക്ലിയർ? സോ ഇവിടെ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. ഇ ഡി ബൈ 2 പ്ലസ് E0 ഡി പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡി പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1 മൈനസ് 1 ബൈ 2 വരും. ദാറ്റ് ഈസ് ഇവിടെ എന്താ വരുന്നത്? 1 ബൈ 2 ആണ്. സോ നമുക്ക് കിട്ടും ഡി ബൈ 2. ഓക്കെ, അപ്പം നമുക്ക് ഇ ഡി ബൈ 2ഉം പ്ലസ് E0 ഡി ബൈ 2ഉം വന്നു. നമുക്കൊരു റിലേഷൻ അറിയാലോ, ദാറ്റ് ഈസ് E0 ഡിവൈഡഡ് ബൈ ഇ വിച്ച് ഇസ് ഈക്വൽ ടു കെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? യെസ്, E0 ബൈ ഇ. ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ ഇക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ E0 ബൈ കെ എന്ന് വരും. ഓക്കെ അല്ലേ? സോ വി വിൽ ബി ഈക്വൽ ടു ഇക്ക് പകരം, ഓക്കെ, ഇക്ക് പകരം നമ്മൾ അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇ ഡി ബൈ 2 പ്ലസ് സോറി ഓക്കെ E0ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? അല്ല, നമുക്ക് ഇക്ക് പകരം ഇടാം. E0 ഡിവൈഡഡ് ബൈ കെ. ഓക്കെ, E0 ബൈ കെ ഡിവൈഡഡ് ബൈ 2, ദെൻ ഇവിടെ E0 ഡി ബൈ 2. ക്ലിയർ? യെസ്, ഫൈൻ. നമ്മൾ എവിടെ എടുത്തത്? നമ്മൾ ഇക്കാണ് കൊടുക്കുന്നത്. E0 ബൈ കെ. ഓക്കെ, E0 ബൈ കെ വിച്ച് ഇസ് ഈക്വൽ ടു ഇ. ഇക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ക്ലിയർ അല്ലേ? പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു E0 ബൈ കെ ഡി ബൈ 2 പ്ലസ് E0 ഡി ബൈ 2. ഇവിടെ ഉണ്ടായിരുന്ന അങ്ങനെ തന്നെ നമ്മൾ എടുത്തെഴുതി. ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് എടുക്കുവാണ്. ദാറ്റ് ഈസ് E0 ഡി ബൈ 2k. അപ്പം ഫസ്റ്റത്തെ ഇവിടെ എന്താണ്? 1 തന്നെയായിരിക്കും. കാരണം എന്താണ്? കംപ്ലീറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി പ്ലസ് ഇവിടെ നോക്കുവാണെങ്കിലോ, ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കെ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇല്ല. അതായത് ഡിനോമിനേറ്ററിൽ കെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഒരു കെ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പം E0 ഡി ഡിവൈഡഡ് ബൈ 2k ഇൻറ്റു 1 പ്ലസ് കെ എന്നായിരിക്കും നമുക്ക് ഇപ്പം കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാലോ E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. E0 which is equal to sigma by epsilon 0. സിഗ്മ എന്ന് പറഞ്ഞാലോ Q by A ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് E0 which is equal to എന്ത് കിട്ടും? E0 which is equal to Q by A epsilon 0 എന്ന് കിട്ടും. അത് നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. That is Q divided by A epsilon 0 2k. ഇവിടെ ഒരു D ഉണ്ട്. 1 plus K. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ആരെ കണ്ടുപിടിക്കാനാ? കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ യെസ്, ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, സോ കപ്പാസിറ്റൻസിന്റെ യെസ്, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു Q ബൈ V ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Q ഇട്ടു, V എന്ന് പറയുന്നത് എന്താണ്? യെസ്, Q D divided by A epsilon 0 2k, okay, into 1 plus k. Okay, 1 plus k. So ഇവിടെ എന്താണ് സംഭവിക്കുക? Qഉം ക്യാൻസൽ ആയി പോയി. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും A epsilon 0 2k divided by D into 1 plus k എന്ന് നമുക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ കിട്ടും. എന്താണ് കിട്ടിയത്? A epsilon 0 2 divided by k ഉണ്ട്, ഡിവൈഡഡ് ബൈ D ഇൻറ്റു 1 പ്ലസ് കെ നമുക്ക് ആൻസർ വരും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the ratio of potential differences that must be applied across the parallel and series combination of two capacitors C1 and C2 with their capacitance in the ratio 1:2. So that the energy stored in the two cases becomes the same. Okay. So, ഇവിടെ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് find the ratios of potential difference ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? Yes, C1 by C2 which is equal to 1 by 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? C1 which is equal to 2C2 എന്ന് എഴുതാം. അല്ലെങ്കിൽ C2 which is equal to 2C1 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എടുക്കാം നമുക്ക്. C2 which is equal to 2C1 എന്ന് നമുക്ക് എടുക്കാം. ക്ലിയർ അല്ലേ? C1 by C2 which is equal to 1 by 2 ആണ്. അങ്ങനെയാണെങ്കിൽ C2 which is equal to 2C1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി പാരലലി നമ്മൾ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, പാരലലി നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, പാരലലി കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? C1 plus C2 which is equal to C1ന്റെ വാല്യൂ നമുക്ക് അങ്ങനെ തന്നെ ഇടാം, C2ന് പകരം 2C1 എന്ന് ഇടാം. സോ നമുക്ക് കിട്ടും 3C1. ക്ലിയർ അല്ലേ? ഇനി എനർജി നോക്കുവാണെങ്കിലോ, എനർജിക്ക് നമുക്ക് U1 എന്ന് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് CP V². സോ ഹാഫ്
ഇവിടെ V1 ഇടാം. CP എന്ന് പറയുന്നത് എന്തായിരിക്കും? 3C1 ആണ്. 3C1 V1 സ്ക്വയർ. ക്ലിയർ അല്ലേ? CPക്ക് 3C1 എന്ന് കൊടുത്തു. സോ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ 3/2 C1 V1 സ്ക്വയർ. ഇനി CS സീരീസിൽ കണക്ട് ചെയ്യണം. സീരീസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ വരും? C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഓക്കെ, C1 C2 എങ്ങനെയാണ് വരുന്നത്? C1 ഇൻറ്റു 2C1 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ദാറ്റ് ഇസ് C1 പ്ലസ് 2C1 ദാറ്റ് ഇസ് 3C1. സോ നമുക്ക് എന്ത് കിട്ടും? 2C1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3C1 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എഴുതാം 2/3 C1. ഓക്കെ, ഇനി ഇതിൻ്റെ എനർജിയോ U2 which is equal to half CS V2 സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് എഴുതാം ഹാഫ് CS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2/3 C1 ആണ്. ഓക്കെ, 2/3 C1 ആണ്. ദെൻ V2 സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയി നമുക്ക് കിട്ടും 1/3 C1 V2 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനർജി സ്റ്റോർഡ് എന്താണ്? രണ്ട് കേസിലും സെയിം ആണ്. ദാറ്റ് ഇസ് U1 which is equal to U2 ആണ്. U1 which is equal to U2. സോ U1 ഇവിടെ എന്താ ഇക്വേഷൻ വരുന്നത്? 3/2 C1 V1 സ്ക്വയർ which is equal to ഇവിടെ എത്രയാണ് വരുന്നത്? 1/3 C1 V2 സ്ക്വയർ. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് റേഷ്യോ വേണ്ടത്? യെസ്, V1 സ്ക്വയർ അല്ലെങ്കിൽ V1 ബൈ V2 ഓൾ സ്ക്വയർ. ഓക്കെ, V1 ബൈ V2 ഓൾ സ്ക്വയർ വിച്ച് വിൽ ബി ഈക്വൽ ടു 2/9 എന്ന് നമുക്ക് കിട്ടും. കാരണം എന്താണ്? യെസ്, ഇവിടെ V1ഉം ഇങ്ങോട്ടേക്ക് V2 വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 അങ്ങോട്ട് പോകും, 3 താഴത്തോട്ട് പോകും, 2/9 വരും. സോ ഇതിനെ നമ്മൾ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ V1 ബൈ V2 √2 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പോൾ റേഷ്യോ നമുക്ക് കിട്ടിയില്ലേ? √2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ അതിന് നമ്മളൊന്ന് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 0.471 ഒക്കെ വരും. ഓക്കെ, അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, find the total energy stored in the capacitors in the given network. ഈസി ആണ്, കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നും. യെസ്, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് C1 ആൻഡ് C2. C1 ആൻഡ് C2 എങ്ങനെയാണ്? സീരീസ് കണക്ഷൻ ആണ് അല്ലെ? C1 ആൻഡ് C2 സീരീസ് കണക്ഷൻ ആണ്. സോ അത് നമുക്ക് C' എന്ന് എടുക്കാം. ഓക്കെ, C1ഉം C2ഉം സീരീസ് ആണ്. C' എന്ന് എടുത്തു. സോ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 വിച്ച് ഇസ് ഈക്വൽ ടു C1 എത്രയാ വാല്യൂ? 2 മൈക്രോ ഫാരഡ് ആണ് ഇൻറ്റു അഗെയിൻ 2 മൈക്രോ ഫാരഡ് ആണ് ഡിവൈഡഡ് ബൈ 2 മൈക്രോ ഫാരഡ് പ്ലസ് 2 മൈക്രോ ഫാരഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈക്രോ ഫാരഡ്. ഓക്കെ, സോ ഇത്രയും പോർഷൻ നമുക്ക് എന്ത് കിട്ടി? 1 മൈക്രോ ഫാരഡ് ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച C' അതുപോലെ തന്നെ ആരും യെസ് C3യും. ഓക്കെ, C3യും എങ്ങനെയാണ്? പാരലൽ ആണ്. ഓക്കെ, പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? C" which is equal to C' plus C3 which is equal to അവിടെ നമുക്ക് കിട്ടിയത് 1 മൈക്രോ ഫാരഡ് ആണ്. ഇവിടെ നമുക്ക് 1 മൈക്രോ ഫാരഡ് ആണ്. സോ 2 മൈക്രോ ഫാരഡ്. അപ്പോൾ നമ്മുടെ ഇത്രയും പോർഷനും കൂടെ കഴിഞ്ഞു. ഇനി അഗെയിൻ ഇവിടെ നമുക്ക് കിട്ടിയ 2 മൈക്രോ ഫാരഡ്, ഇവിടെ കിട്ടിയ 2 മൈക്രോ ഫാരഡ് C5 ആയിട്ട് എങ്ങനെയാണ്? സീരീസ് ആണ്. സോ C"ഉം C5ഉം അതെങ്ങനെയാണ്? പാരലൽ അല്ല, സോറി, സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് C" കാണാം. C" which is equal to ആരൊക്കെയാണ്? C". അപ്പം നമുക്ക് എങ്ങനെ വരും? C"ഉം C5ഉം ഡിവൈഡഡ് ബൈ C" പ്ലസ് C5 which is equal to C" എന്ന് പറയുമ്പോൾ വാല്യൂ എത്രയാണ് വരുന്നത്? C" എന്ന് പറയുമ്പം യെസ് 2 മൈക്രോ ഫാരഡ് ആണ്. 2 മൈക്രോ ഫാരഡ് ഇൻറ്റു C5 അഗെയിൻ 2 മൈക്രോ ഫാരഡ് ആണ് ഡിവൈഡഡ് ബൈ 2 മൈക്രോ ഫാരഡ് പ്ലസ് 2 മൈക്രോ ഫാരഡ് which is equal to 1 മൈക്രോ ഫാരഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനം എന്ത് കിട്ടി? 1 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 1 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, ഇനി നമ്മുടെ ലാസ്റ്റത്തെ 1 മൈക്രോ ഫാരഡ്. 1 മൈക്രോ ഫാരഡ് എങ്ങനെയാണ്? യെസ്, പാരലൽ ടു നമ്മുടെ C" ആണ്. സോ C" പാരലൽ ടു ആരാണ്? യെസ്, നമ്മുടെ C4 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ CAB എന്ന് നമുക്ക് എടുക്കാം. CAB എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈക്രോ ഫാരഡ് പ്ലസ് 1 മൈക്രോ ഫാരഡ് വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈക്രോ ഫാരഡ് എന്ന് വരും. അതായത് നമുക്ക് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കിട്ടി. ദാറ്റ് ഇസ് 2 മൈക്രോ ഫാരഡ്. ക്ലിയർ അല്ലേ? ഇക്വാലന്റ് കപ്പാസിറ്റൻസ് 2 മൈക്രോ ഫാരഡ്. ഇനി എന്താ നമുക്ക് എനർജി കണ്ടുപിടിക്കേണ്ടത്? എനർജിയുടെ ഇക്വേഷൻ എന്താണ്? എനർജിയുടെ ഇക്വേഷൻ
u which is equal to half CAB v square. So ഇവിടെ നോക്കുവാണെങ്കിൽ half CAB എത്രയാണ് 2 into 10 to the power minus 6 ആണ്. Then നമ്മുടെ v എത്രയാണ് വരുന്നത് 6 ആണ് into 6 volt. Okay, so 2 ഉം cancel ആയി പോയി നമുക്ക് കിട്ടും 6 വരുമ്പം 36. Okay, അപ്പം 36 into 10 to the power 10 to the power minus 6 joules എന്ന് വരും. ഓക്കെ, എനർജി ആണ് ജൂൾസ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം 36 into 10 to the power minus 6 ജൂൾസ് എന്നാണ് എനർജി വരുന്നത്. സോ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടിയെന്ന് വിചാരിച്ചാൽ അവിടെ വെച്ച് നിർത്തരുത്. ക്വസ്റ്റ്യൻ എന്താണ്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിലും എക്സാംസിന് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെന്നുണ്ടെങ്കിലും എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അതിലോട്ട് നിങ്ങൾ എത്തിയോ എന്നുള്ളത് ഇടയ്ക്കെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ക്ലിയർ ആയല്ലോ? യെസ്, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, a potential difference of 200 volt is maintained across a conductor of resistance 100 ohm. Okay, ഒരു potential difference തന്നിട്ടുണ്ട്, that is 200 volt. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 200 volt is maintained across a conductor of resistance R which is equal to 100 ohm. Calculate the number of electrons flowing through in 1 second. T തന്നിട്ടുണ്ട്, that is 1 second. So first of all നമുക്ക് ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിക്കാനുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ ഉണ്ട്. So I which is equal to V by R. So ഇവിടെ V എത്രയാണ് വരുന്നത് 200 ആണ്, divided by 100 which is equal to 2 ampere എന്ന് വരും. ഇനി ചാർജ് കണ്ടുപിടിക്കാനാണെങ്കിലോ I which is equal to Q by T ആണ്. ഇവിടെ T നമുക്ക് തന്നിട്ടുണ്ട് 1 second ആണ്. അങ്ങനെയാണെങ്കിൽ I which is equal to Q which is equal to 2 ampere എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കറണ്ടും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമുക്കറിയാലോ Q which is equal to NE ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Q by ഇവിടെ നമുക്ക് സ്മോൾ ലെറ്റർ Q ആണ് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ E which is equal to N. ഇവിടെ നമുക്ക് Q എത്രയാണ് കിട്ടിയത് 2 ആണ്. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? യെസ്, ഇവിടെ നമുക്ക് 2 ആംപിയർ അല്ല, ഇത് കറണ്ട് ചാർജിന് ഈക്വൽ ആവും 2 കൂളം ആണ് കേട്ടോ. ഓക്കെ, 2 കൂളം ആണ് Q എന്ന് പറയുന്നത്, 2 കൂളം ആണ് വരുന്നത്. കറണ്ട് ആണ് 2 ആംപിയർ വരുന്നത്. സോ E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6 നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, 10 to the power minus 19. ഓക്കെ അല്ലേ? സോ 2 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10 to the power minus 19 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും ഏകദേശം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.25 ഇൻറ്റു 10 to the power minus 19 or something. ഓക്കെ, അത് നിങ്ങൾ സോൾവ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, പ്ലസ് 19 ആയിരിക്കും എന്തായാലും. ഓക്കെ, 1.25 ഇൻറ്റു 10 to the power 19. അത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഐ എം നോട്ട് ഷുവർ. ഓക്കെ, സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ്. Estimate the average drift speed of conduction electrons in a copper wire of cross-sectional area 1 into 10 to the power minus 7 meter square carrying a current of 1.5 ampere. Assume the density of conduction electrons to be 9 into 10 to the power 28 meter raised to minus 3. So ഇവിടെ drift velocity equation നമുക്ക് അറിയാലോ, VD, okay, which is equal to I divided by NA. So ഇവിടെ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കറണ്ട് ആണ്. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഡെൻസിറ്റി ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ദെൻ നമുക്കറിയാം Q, ചാർജ്. ഇവിടെ ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജും അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കണ്ടുപിടിക്കേണ്ടത്. എല്ലാ വാല്യൂസും ഉണ്ട്. 1.5 ആംപിയർ ആണ് കറണ്ട് തന്നിട്ടുള്ളത്. N തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 9 ഇൻറ്റു 10 to the power 28 തന്നിട്ടുണ്ട്. A തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 1 ഇൻറ്റു 10 to the power minus 7 ആണ്. ഇൻറ്റു Q നമുക്കറിയാം 1.6 ഇൻറ്റു 10 to the power minus 19 ആണ്. കാരണം എന്താണ്? ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 10.4 ഇൻറ്റു 10 to the power minus 4. യെസ്, 10 to the power minus 4 meter per second നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, എല്ലാ വാല്യൂസും നമുക്കിതിൽ തന്നിട്ടുള്ളതാണ്. ആ വാല്യൂസ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രം. നെക്സ്റ്റ് വൺ. യെസ്, ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ ഇൻക്രീസസ്. എല്ലാവരോടും ഒരു സെക്കൻഡ്. ഓക്കെ, സോ the resistance of a metal wire increases with increasing temperature on an account of. നമുക്കറിയാലോ നമ്മുടെ ചോദിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ വയർ ഡിപ്പെൻഡ്സ് ഓൺ, നമുക്കറിയാം എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്.
ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ്, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് കുറച്ചുകൂടെ എനർജി കിട്ടും. എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? യെസ്, പെട്ടെന്ന് പോയിട്ട് അത് മറ്റുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കിൾസുമായിട്ട് അതൊന്ന് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുന്ന അത് വളരെയധികം പെട്ടെന്ന് കൊളൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ മീൻ ചെയ്യുന്ന എന്താണ്? റിലാക്സേഷൻ ടൈം. ഓക്കെ, റിലാക്സേഷൻ ടൈം ഇലക്ട്രോൺസിന്റെ കുറഞ്ഞു വരും. അതായത് ഒരു കൊളീഷനിൽ നിന്ന് അടുത്ത കൊളീഷനിലോട്ട് ഉള്ള സമയം ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? ഗ്രാജുവലി ഇതാ ഇത്രയും സമയം എടുത്തിട്ട് വരുന്ന ആൾക്കാർ ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരും. ദാറ്റ് മീൻസ് റിലാക്സേഷൻ ടൈം എന്താണ്? കുറഞ്ഞവരാണ്. നമുക്കറിയാം നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം ആണ്. ഓക്കെ, റിലാക്സേഷൻ ടൈം ആണ് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം ആണ്. സോ ഇവിടുത്തെ നമ്മൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ യെസ്, ഇവിടെ നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻ ബി, ഡിക്രീസ് ഇൻ റിലാക്സേഷൻ ടൈം. കാരണം മനസ്സിലായല്ലോ, ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺസിന് കുറച്ചുകൂടി എനർജി കിട്ടുവാണ്. എനർജി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അത് കൊളൈഡ് ചെയ്യാനുള്ള സ്പീഡ്, അതായത് മറ്റത് ഹീറ്റൊന്നും കൊടുക്കാത്ത സമയത്ത് അതിങ്ങനെ വന്നിട്ട് മുട്ടത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പം എന്താണ്? അതിന് കുറച്ചുകൂടി എനർജി കിട്ടി, ഭയങ്കര സ്പീഡിൽ വന്നിട്ട് അത് കൊളൈഡ് ചെയ്യും. അതിൻ്റെ കൊളീഷൻ സ്പീഡ്, അത് കൊളീഷൻ നടക്കുന്ന സമയം പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ പറഞ്ഞു വരാണ് റിലാക്സേഷൻ ടൈം. ആ റിലാക്സേഷൻ ടൈം കുറഞ്ഞു വരും. ഓക്കെ, യെസ്. Okay, nichrome and copper wires of same length. Okay, length same ആണ്, same radius, connected in series. Current I is passed through them. Which wire gets heated up more? Okay, so നമുക്കറിയാം R which is equal to rho L by A. Okay, സോ ഇവിടെ ഇനി വേറെ ആരും നോക്കണ്ട, ബാക്കി എല്ലാ വാല്യൂസും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും നിക്രോം നമുക്ക് എങ്ങനെ എഴുതാം? റോ സി യു ഡിവൈഡഡ് ബൈ റോ എൻ ഐ. കാരണം എന്താണ്? ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ് വരുന്നത്. സോ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആകെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറവ് ആരുടെയാണ്? കോപ്പറിന്റെ ആണ്. ഓക്കെ, കോപ്പറിന്റെ ആണ് റെസിസ്റ്റിവിറ്റി കുറവ് വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ, റെസിസ്റ്റിവിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് ആരുടെ ആയിരിക്കും കുറവ്? അതും കോപ്പറിന്റെ ആയിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കോപ്പറിന്റെ ആയിരിക്കും റെസിസ്റ്റൻസും കുറവ് വരുന്നത്. ദെൻ എഗെയിൻ ഹീറ്റിന്റെ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ I square RT എന്ന് പറയുമ്പം നമുക്ക് അറിയാം ഇവിടെ റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഹീറ്റും കൂടും. സോ ഇവിടെ റെസിസ്റ്റൻസ് ആരുടെ കൂടുതൽ വരുന്നത്? നിക്കലിൻ്റെ ആണ്. സോ റെസിസ്റ്റൻസ് നിക്കലിൻ്റെ ആണ് കൂടുതലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹീറ്റപ്പ് ആവുന്നത് ആരായിരിക്കും? നമ്മുടെ നിക്രോം തന്നെയായിരിക്കും വരുന്നത്. സോ നിക്രോം ആയിരിക്കും ആൻസർ വരുന്നത്. നിക്രോം വയർ ആയിരിക്കും കൂടുതൽ ഹീറ്റപ്പ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാൽക്കുലേറ്റ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ദി ബാറ്ററി ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക്. സോ ഈ നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിലായിട്ട് നമുക്ക് ഇക്വാലൻറ്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇക്വാലൻറ്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. ഈ വീസ്റ്റൺ ബ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കണ്ടീഷൻ എന്തായിരുന്നു? യെസ്, R1 by R5. ഓക്കെ അല്ലേ? R1 by R5 which is equal to R4 divided by R3. ഇതിൽ നമ്മൾ R2നെ പറ്റി മിണ്ടേണ്ട കാര്യമില്ല. ഓക്കെ, R2നെ പറ്റി നമ്മൾ മിണ്ടേണ്ട കാര്യമില്ല. സോ R1 by R5 which is equal to R4 by R3. ഇനി R1ഉം R1ഉം R5ഉം ഓക്കെ അല്ലേ? R1ഉം R5ഉം എങ്ങനെയാണ്? സീരീസ് കണക്ഷൻ ആണ്. ഓക്കെ അല്ലേ? R1ഉം R5ഉം സീരീസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം R1ഉം R5ഉം സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ R1 plus R5 which is equal to ഇവിടെ വരുന്നത് R1 1 ohm ആണ്, ഇത് 2 ohm ആണ്. സോ 3 ohm എന്ന് പറയുന്നതാണ് R' എന്ന് പറയുന്നത്. ഇനി R4ഉം R3യും എഗെയിൻ എന്താണ്? സീരീസിലാണ്. ഓക്കെ, R4ഉം. സോ ഇവിടെയും എഗെയിൻ എന്താ വരുന്നത്? 2 ohm plus 4 ohm which is equal to 6 ohm. That is R double dash. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസും കിട്ടി, ഇവിടെ നിന്നുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? RAB. ഓക്കെ, RAB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും പാരലൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R' R double dash divided by R' plus R double dash. R' R double dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 into 6 divided by 3 plus 6.
So 18 divided by 9 which is equal to 2 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് കിട്ടി 2 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ദാറ്റ് ഈസ് ഓം. ഓക്കെ, റെസിസ്റ്റൻസ് 2 ഓം ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ്. ഓക്കെ, കറണ്ട് I which is equal to എന്താ വരുന്നത്? യെസ്, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 4 divided by R that is 2 which is equal to 2 ampere. ക്ലിയർ അല്ലേ? യൂണിറ്റ് എഴുതാനായിട്ട് ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും യൂണിറ്റ് എഴുതാനായിട്ട് ആരും മറക്കരുത്. 2 ആംപിയർ ആയിരിക്കും കറണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 4/2 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 2 ആണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. സോ കറണ്ട് എത്രയായിരിക്കും? 2 ആംപിയർ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, എ ചാർജ് പാർട്ടിക്കിൾ after being accelerated through a potential difference V enters in a uniform magnetic field and moves in a circle of radius R. If V is doubled, the radius of the circle will be. അതായത് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 second. യെസ്, ഓക്കെ. അപ്പം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു സെക്കൻഡ്, ഞാനൊന്ന് കുറച്ചുകൂടെ വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം സീസൺ ആയതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസും മോട്ടിവേഷൻസും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് കുറച്ചധികം സ്ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം എ ചാർജ്ഡ് പാർട്ടിക്കിൾ ആഫ്റ്റർ ബീങ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എൻറ്റേഴ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ അറിയാം. അതായത് ഇവിടുത്തെ R എന്ന് പറയുന്നത്, ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, റൂട്ട് ഓഫ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് 2mQV ഡിവൈഡഡ് ബൈ QB. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് എമ്മും ക്യൂവും ബിയും ഒക്കെ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, എല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ R എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രമാണ്? യെസ്, റൂട്ട് വി. ഓക്കെ അല്ലേ? റൂട്ട് വി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റൂട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് വി. R ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, പൊട്ടൻഷ്യൽ ഡബിൾ ചെയ്തു. സോ റൂട്ട് 2v ആയിരിക്കും എന്തെന്ന് പറയുന്നത്? R ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ റേഷ്യോ കാണാം. ദാറ്റ് ഇസ് R ഡിവൈഡഡ് ബൈ R ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് v ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2v. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 1/√2. ക്ലിയർ അല്ലേ? അപ്പം R/R ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 1/√2 എന്ന് കിട്ടും. സോ ലെറ്റ്സ് സേ R ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു √2R. ഓക്കെ, R എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ഉള്ളിലല്ല, പുറത്താണ്. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് R ഡാഷ് കിട്ടി √2R. ഓക്കെ, യെസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വി യൂസ് alloys for making standard resistors because they have, നമുക്കറിയാം ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതായത് ആൽഫാന്റെ വാല്യൂ എന്താണ്? ലോ ആണ്. അതുപോലെ തന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ഓക്കെ, ലോ സ്പെസിഫിക് ഹൈ ടെമ്പറേച്ചർ, സോറി, നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അലോയ്സ് ഹാവ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്. സോ ആൽഫിന്റെ വാല്യൂ എന്തായിരിക്കും? ലോ ആയിരിക്കും. ദ വാല്യൂ ഓഫ് ആർ വിത്ത് ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് മച്ച് ആൻഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇസ് ഹൈ. ദെൻ റിക്വയർഡ് ലെങ്ത് ഓഫ് വയർ ആൻഡ് വിൽ ബി ലെസ്. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, a constant voltage is applied between the two ends of a uniform metallic wire. Heat H is developed in it. If another wire of same material, double the radius and twice the length as compared to original wire is used, then the heat developed in it will be. Okay, so ഇവിടെ നമ്മൾ തുടങ്ങേണ്ടത് എവിടെന്നാ? നമുക്കറിയാലോ, യെസ്, R which is equal to rho L/A. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി R ഡാഷ് ആണെങ്കിലോ, അതായത് ഇവർ പറയുന്ന റെസിസ്റ്റൻസ്, അതായത് ഇത് കൂടുന്നത് എല്ലും കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ആരും കൂടുന്നുണ്ട്? യെസ്, നമ്മുടെ ആറും കൂടുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സേ റോ 2L ഡിവൈഡഡ് ബൈ, ഇവിടെ ഏരിയയ്ക്ക് പകരം നമുക്ക് എങ്ങനെ പറയാം? പൈ ഇൻറ്റു 2R ഹോൾ സ്ക്വയർ.
ഓക്കെ അല്ലേ? പൈ ആർ സ്ക്വയറിന് പകരം ഇവിടെ ആർ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, നമ്മുടെ വോൾട്ടേജ് സെയിം ആണ്, മെറ്റാലിക് വയർ, H is developed in it if another wire of same material ആയതുകൊണ്ട് റോയിൽ വ്യത്യാസം വരത്തില്ല, റേഡിയസ്, ഓക്കെ ഓക്കെ, റേഡിയസ് ആൻഡ് ലെങ്ത് ട്വൈസ് ആക്കി. ഓക്കെ, അപ്പം റേഡിയസ് ഇവിടെ കൂടുന്നു, ലെങ്ത് ഇവിടെയും കൂടുന്നു, അപ്പം ആറും ആർ ഡാഷ് നമുക്ക് കിട്ടി. ഓക്കെ, റോയിൽ നമുക്ക് വ്യത്യാസം വരത്തില്ല കാരണം സെയിം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? റോ എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് കമ്പാരിസൺ ആയിട്ട് നമുക്ക് എഴുതി പോവാം. ഇനി H is equal to നമുക്കറിയാലോ, H is equal to V square by RT ആണ് അല്ലേ? V square by RT ആണ്. അതിൽ V നമുക്ക് തന്നിട്ടുണ്ട്, V is a constant value, അതുകൊണ്ട് V നെ പറ്റിയിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. Then next is H dash. H dash അനുസരിച്ചിട്ട് നമുക്കറിയാലോ V അവിടെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, V square divided by R dash, നമ്മുടെ റെസിസ്റ്റൻസ്. ഓക്കെ, R dash into time T, വ്യത്യാസമില്ല. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? H by H dash കണ്ടുപിടിക്കാമല്ലോ, അല്ലെങ്കിൽ H dash by H കണ്ടുപിടിക്കാം. ഓക്കെ, H dash divided by H. H dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ V square divided by R dash T divided by V square by R T. ഓക്കെ അല്ലേ? സോ ഇവിടെ V സ്ക്വയറും ക്യാൻസൽ ആയി, ടിയും ക്യാൻസൽ ആയി പോയി, നമുക്ക് എന്ത് വരും? R by R dash എന്ന് വരും. ക്ലിയർ അല്ലേ? R by R dash എന്ന് വരും. R by R dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് നോക്കാം, ആറിൻ്റെ വരുന്നത് റോ എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ വരുന്നത് എന്താണ്? റോ 2L ഡിവൈഡഡ് ബൈ പൈ 4R സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം, റോയും ക്യാൻസലായി, എല്ലും ക്യാൻസലായി, ആർ സ്ക്വയറും ക്യാൻസലായി, പൈയും ക്യാൻസലായി പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? R by R dash which is equal to H dash by H which is equal to, ഇവിടെ ഒരു 4 ഉണ്ട്, ഓക്കെ, ഇവിടെ ഒരു 4 ഉണ്ട്, then 2 ഉണ്ട്, that is 2 by 1 എന്ന് വരും. ഓക്കെ അല്ലേ? സോ R by R dash എന്ന് പറയുന്നത് എന്ത് വരും? യെസ്, 2 by 1 എന്ന് വരും. ദാറ്റ് ഈസ് H dash by H എന്ന് പറയുന്നത്, അല്ലെങ്കിൽ H ഡാഷിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2H എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോ ഫൈനൽ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? H dash which is equal to 2H. Hence option C is the right answer. ക്ലിയർ ആയല്ലോ? ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുത്തത്. റെസിസ്റ്റൻസ് എടുത്തപ്പോൾ നമുക്കറിയാം ലെങ്ത്തും റേഡിയസും ഡബിൾ ചെയ്തേക്കുവാണ്. സോ നമ്മൾ എഴുതി ഡബിൾ ചെയ്തിട്ടുള്ളതിൻ്റെ റെസിസ്റ്റൻസ് R ഡാഷ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? യെസ്, Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. Hൻ്റെ വാല്യൂ എങ്ങനെയാണ്? V സ്ക്വയർ ബൈ RT ആണ്. സോ അവിടെ V സ്ക്വയർ ബൈ RT, ഇവിടെ ആണെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് കുഴപ്പമില്ല, അപ്പം നമ്മൾ അത് തന്നെ കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ്? R ആണ്. ഓക്കെ, അപ്പം ആറിൻ്റെ വാല്യൂ നമ്മൾ R ഡാഷ് ഇട്ട് കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. H ഡാഷ് ബൈ H കണ്ടുപിടിക്കുവാണ് ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, യെസ്. 2 parallel conductors carrying current of 4 ampere and 10 ampere are placed 2.5 centimeter, always യൂണിറ്റിനെ പറ്റി കൺസേൺ ആയിരിക്കണം, apart in vacuum. The force per unit length between. Okay, so force per unit length F is equal to F by L which is equal to എങ്ങനെയായിരിക്കും? mu 0 2 into I1 I2 divided by 4 pi R square. Okay, R square തന്നെയല്ലേ വരുന്നത്? സോറി, D ആണ്. ഓക്കെ, യാ, D. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് mu 0 I1 I2 divided by 2 pi D എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ നമുക്കറിയാലോ എന്തൊക്കെയാണ്? I1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, I2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ mu 0 ഇൻറ്റു 4 ആംപിയർ ഇൻറ്റു 10 ആംപിയർ ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു, യെസ്, 2.5 സെൻറ്റിമീറ്റർ ആണ്. സോ 2.5 ഇൻറ്റു 10 to the power -2 മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്കത് എഴുതാനായിട്ട്. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 3.2 ഇൻറ്റു 10 to the power -4. Okay, yeah, yes, -4 Newton per meter എന്ന് വരും. ഓക്കെ അല്ലേ? mu 0 4 ക്യാൻസൽ ആയി പോയി. യാ, ഫൈൻ. സോ 3.2 ഇൻറ്റു 10 to the power -4 Newton per meter. സോ ഫൈനൽ ആൻസർ ഞാൻ അത്ര ഷുവർ അല്ല. സോ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക, എത്രയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് നോക്കുക. ഫൈനൽ ആൻസർ നിങ്ങൾ മൈൻഡ് ആക്കരുത്. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ.
ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. കമൻറ്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ആൻസർ ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ എക്സാമിൻ്റെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാനും വൺസ് ഇതുപോലെ തന്നെ എക്സാം എഴുതിയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കും ഈ ടെൻഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. ആരെങ്കിലുമൊക്കെ ഡൗട്ട് സോൾവ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. സോ ഒരു പേടിയും പേടിക്കേണ്ട. നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും കൂടെ എടുക്കാനും റെഡിയാണ്. ആരും പേടിക്കേണ്ട. ഓക്കെ, യെസ്. The next is the magnetic dipole moment of a current carrying coil does not depend upon. Okay, so നമുക്ക് അറിയാലോ magnetic dipole moment which is equal to എന്തൊക്കെയാണ്? Number of turns. Okay, then current, then cross sectional area. Okay, അപ്പം ഇതൊക്കെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Number of turns in the coil, cross-sectional area of the coil, current flowing in the coil. Okay, question does not depend. അപ്പം ഇതൊക്കെയും റോങ് ആൻസേഴ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 എണ്ണമാണ് എഴുതേണ്ടത്. നമ്മളത് ചോദിച്ചിരിക്കുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ആണ്. അത് മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. ആ മെറ്റീരിയലിനെ നമ്മളത് മാർക്ക് ചെയ്ത് തരണം. ആദ്യം തന്നെ നോക്കുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എ എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതരുത്. ഓക്കെ, ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ galvanometer of resistance 16 ohm, okay, shows full scale deflection for a current of 4 milliampere. Okay, 4 milliampere. How will you convert it into a voltmeter to measure a voltage up to 3 volt? Equation നമുക്ക് അറിയാലോ. V which is equal to IG into, okay, G plus R. ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാണല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. V by IG minus G. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആണ് കണ്ടിട്ടുണ്ടല്ലോ. ഇതൊന്ന് മോഡിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല. രണ്ട് ഇക്വേഷൻസും സെയിം തന്നെയാണ്. വേറെ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് V കണ്ടുപിടിക്കാൻ, ഇത് R കണ്ടുപിടിക്കാൻ, ഇനി IG കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷനും നമുക്കിതൊന്ന് ഫോം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ V തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 3V which is equal to IG എന്താണ്? 4 milliampere ആണ്. സോ 4 into 10 to the power minus 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 16 ohm. ഓക്കെ, 16 ohm തന്നിട്ടുണ്ട് പ്ലസ് R. ഓക്കെ, സോ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം? ആറിനെ നമ്മൾ സോൾവ് ചെയ്ത് എടുക്കണം. ഓക്കെ അല്ലേ? അത് നമുക്ക് ചെയ്യാമല്ലോ. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം അത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 734 ohm I guess. ഓക്കെ, 734 ohm ഓൾമോസ്റ്റ്. ഓക്കെ, സോ ഈ ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത് നിങ്ങൾ ഈ ഒരു റെസിസ്റ്റൻസ് ഒന്നുകൂടെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്തിട്ട് ഫൈനൽ ആൻസർ ഒന്നുകൂടെ നോക്കുക. അത്രയും ഓം ആണ് നമ്മൾ എന്ത് ചെയ്യണത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ നമുക്ക് വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എത്രയാണോ നമുക്ക് ഇവിടെ കിട്ടിയ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ആ റെസിസ്റ്റൻസിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാൽവനോമീറ്ററിനെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോറി, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. Next question, very easy question. A bar magnet of magnetic moment M which is equal to 5 ampere meter square and 20 centimeter long. So 12 which is equal to 20 centimeter, that is equal to 0.2 meter. Okay, unit conversion ആരും മറക്കരുത്. Calculates its pole strength. Okay, pole strength. Pole strength ഇക്വേഷൻ എന്താ വരുന്നത്? M by 12. M by 12 എന്ന് പറയുമ്പോൾ M തന്നിട്ടുണ്ട്, that is 5 divided by 0.2. ക്ലിയർ അല്ലേ? 5 divided by 0.2. അപ്പം നമുക്ക് കിട്ടും 25 ampere meter. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് കിട്ടുക 25. ഓക്കെ, 25 ampere meter എന്ന് കിട്ടും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ല. ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് എല്ലാവരും മേടിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. എ കോയിൽ ഓഫ് ഏരിയ 100 centimeter square kept at an angle of 30 degree with a magnetic field of 10 to the power minus 1 Tesla. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 10 to the power minus t Tesla. Sorry, minus 1 Tesla. The magnetic field is reduced to 0 in
10 to the power minus 4 second. The induced EMF in the coil is. നമുക്ക് നോക്കി നോക്കാം. യെസ്. സോ ഇവിടെ നമുക്കറിയാലോ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? മൈനസ് d∅/dt. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 5f മൈനസ് 5i ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 5 അറിയണം. ഓക്കെ, 5 which is equal to എങ്ങനെ കണ്ടുപിടിക്കുക? BA cos theta. ഓക്കെ, ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 to the power minus 1. എ തന്നിട്ടുണ്ട്, യെസ് 100 centimeter square. സോ 100 into 10 to the power minus 4. കാരണം എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. ദെൻ എന്താ ഉള്ളത്? cos 30 degree. ക്ലിയർ? സോ നമുക്ക് അവിടെ നിന്ന് 5 കിട്ടും. 5 നമുക്ക് ഏകദേശം എത്ര കിട്ടും? യെസ്, നമുക്ക് cos 30യുടെ വാല്യൂ എത്ര വരാം? √3/2 ആണ്. സോ √3/2 ഓക്കെ ഇൻറ്റു ഇവിടെ 10 to the power minus 5 വരും. ദെൻ ഇവിടെ ഒരു 100 ഉണ്ട്, അപ്പം 10 to the power minus 3 എന്ന് വരും. ഓക്കെ അല്ലേ? യെസ്, √3/2 ഇൻറ്റു 10 to the power minus 3 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF കാണാം. സോ 5f 0 ആയിരിക്കും. സോ മൈനസ് √3/2 0 മൈനസ് √3/2 ഇൻറ്റു 10 to the power minus 3 ഡിവൈഡഡ് ബൈ ടി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 to the power minus 4. നമുക്ക് തന്നിട്ടുണ്ടല്ലോ. യെസ്, റെഡ്യൂസ്ഡ് ടു 0 in 10 to the power minus 4 എന്ന് തന്നിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൈനസും പ്ലസ് ആയി പോവും. ദെൻ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വരും? യെസ്, √3/2 ഇവിടുത്തെ 10 to the power 3യും 10 to the power minus 4 മുകളിലേക്ക് പോകുമ്പോൾ 10 വരും. അപ്പോൾ അതും പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 വരും. സോ ഇത് നമുക്ക് കിട്ടും 5√3 എന്ന് വരും. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് എന്ത് വരും? 5√3 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൽഫ് ഇൻഡക്റ്റൻസ്. അതിന് മുമ്പ് എല്ലാവരും ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ the self inductance of a solenoid of 600 turns in 108 millihenry. The self inductance of a coil having 500 turns with the same length, the same radius and the same medium. So ഇവിടെ medium same ആണ്, ലെങ്ത് സെയിം ആണ്, റേഡിയസ് സെയിം ആണ് എങ്കിൽ ഇൻഡക്റ്റൻസ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്പർ ഓഫ് ടേൺസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ആണ്, n സ്ക്വയർ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസിന്റെ സ്ക്വയറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ L1 നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി നമുക്ക് റേഷ്യോ എടുക്കാം. ഓക്കെ, L1/L2. ഓക്കെ അല്ലേ? L1/L2 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? n1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 സ്ക്വയർ എന്ന് എഴുതാം. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, കാരണം ബാക്കി എല്ലാ ടേംസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആകെ ഈ രണ്ട് ടേം മാത്രമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ n1 സ്ക്വയർ എന്ന് പറയുമ്പം യെസ് 600 സ്ക്വയർ ഡിവൈഡഡ് ബൈ 500 സ്ക്വയർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? L2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്വസ്റ്റൻ എന്തായിരുന്നു? ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിഡ്, ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, അനദർ കോയിൽ ആണ്. അപ്പം L2 നമ്മൾ കണ്ടുപിടിക്കണം. L2 കണ്ടുപിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? L1 ഇൻറ്റു n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? L1 നമുക്കറിയാലോ 108 ഇൻറ്റു 10 to the power minus 3 ആണ്. ആൻഡ് ഇവിടെ നമുക്ക് 600 സ്ക്വയർ ഡിവൈഡഡ് ബൈ 500 സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 5/6 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമുക്ക് 6/5 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 5/6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് നമ്മൾ സോൾവ് ചെയ്യുക, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. അതായിരിക്കും നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ യെസ് 75 മില്ലി ഹെൻറി ആയിരിക്കും L2ൻ്റെ വാല്യൂ വരുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും, അതായത് ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The current flowing in the two coils of self inductance L1 which is equal to 16 mH, L2 which is equal to 12 mH are increasing at the same rate. Okay, are increasing at the same rate. The powers applied to the coils are equal. Power എന്താണ്? P1ൻ്റെയും P2ൻ്റെയും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ L1 ഇത് വരുന്നതിൻ്റെ രണ്ടിനും സെയിം ആണ്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജസ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോസ് ഓഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജസ്. സോ നമുക്ക് എഴുതാം യെസ് E1 E2. Okay, E1 divided by E2
which is equal to, നമുക്കറിയാലോ ഇക്വേഷൻ വരുന്നത് മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി ആണ്. മൈനസും മൈനസും ഇവിടെ ക്യാൻസൽ ആയി പോകും. സോ L1 ഡി ഐ ബൈ ഡി ടി, L2 ഡി ഐ ബൈ ഡി ടി. ക്ലിയർ? സോ ഇവിടെ ഡി ഐ ബൈ ഡി ടി പോയി L1 ബൈ L2 എന്ന് വരും. സോ ഇവിടെ 16 mH ഡിവൈഡഡ് ബൈ 12 mH. സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? യെസ്, ഇവിടെ 4/3 എന്ന് വരും. ഓക്കെ, 4/3 എന്നായിരിക്കും ഫസ്റ്റ്. അതായത് നമ്മുടെ വോൾട്ടേജസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 4/3 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ദ കറൻസ് ഇൻ ദി ടു കോയിൽ. ഓക്കെ, കറൻസ് ഇൻ ദി ടു കോയിൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിൾ, റേഷ്യോസ് എങ്ങനെയായിരിക്കും? യെസ്, നമുക്കറിയാം I1 which is equal to E2I2. സോ ദിസ് E2 which is equal to എന്തായിരിക്കും? I2 by I1 ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4/3 ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E1 by E2 4/3. സോ ലെറ്റ്സ് സേ I1 by I2 which is equal to 3/4. ക്ലിയർ അല്ലേ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? I1 by I2 which is equal to 3/4 അത് കിട്ടും. ഇനി ഇതിൻ്റെ എനർജീസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും സിമ്പിൾ അല്ലേ? എനർജീസിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 Li² ആണ്. ഐൻ്റെ നമുക്ക് കിട്ടി ഓൾറെഡി. ഓക്കെ, എല്ലാം നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ക്വസ്റ്റ്യൻ അങ്ങനെയും വരുന്നുണ്ട്. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2014 പിന്നീടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് എനർജിയാണ് ചോദിക്കുന്നതെങ്കിൽ ½ L1 I1² ആണ്. അപ്പം L1ൻ്റെ റേഷ്യോസ് പറയും. L1 by L2 നമുക്കറിയാം, I1 by I2 നമുക്കറിയാം. സോ നമുക്ക് ഈസി ആയിട്ടത് സോൾവ് ചെയ്യാം. ഓക്കെ, യെസ്, ഫൈനലി നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. കാരണം ഈ എക്സാം സീസണിൽ ഒരുപാട് വർക്ക്, ഹെക്റ്റിക് വർക്ക് എല്ലാ ടീച്ചേഴ്സിനും ഉണ്ട്. സോ എല്ലാവരും സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്തു തരുന്നത്. സോ നിങ്ങൾ അതിനുള്ള ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് അപ്രിസിയേഷനോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ്. നിങ്ങളുടെ എക്സാം സീസൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കും എക്സാം സീസണിൻ്റെതായിട്ടുള്ള എഫേർട്സ് എടുക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എല്ലാ കമൻറ്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇനി കൂടുതലായിട്ട് വേണ്ടത്, അടുത്ത ഒരു സീരീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അടുത്തൊരു സീരീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനായിട്ടുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോസിൻ്റെ റീച്ച് കൂടുന്നത് അതുപോലെ തന്നെ ലൈക്സും ആണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ്സ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേ ചാപ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ്. നെക്സ്റ്റ് ഡേ ചെയ്യാൻ തയ്യാറാണ്. അതിന് എഫേർട്ട് എടുക്കാനും തയ്യാറാണ്. നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് മാത്രമാണ് അറിയാത്തുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സോ അത്രയും സപ്പോർട്ട് നിങ്ങളും ചെയ്യുക. സോ അതുപോലെ തന്നെ ഞങ്ങളും ഒരുപാട് കാര്യങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതായിരിക്കും. സോ ബൈ, താങ്ക് യു.